ടീഷർട്ട് മാത്രമുള്ളെന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് ഇരിക്കുന്നു, ജീൻസ് ഇരിക്കുന്നു, ബെൽറ്റ് ഫുൾ സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കി അളവിന് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ. എല്ലാം കൂടെ സെറ്റായിട്ട് എടുക്കും. ആഹാ കറക്റ്റ്. കുറച്ച് വലുതാണ്. ഇതിപ്പം ഒന്ന് മാത്രമായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എടുക്കുമ്പോ എല്ലാം കൂടെ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. ജീൻസ് കയ്യിലിടാൻ പോണ? അല്ല, ജീൻസിന്റെ ഈ സൈസ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. എടാ ഇതിന്റെ സൈസ് ഒന്നും നിനക്ക് കറക്റ്റ് ആവൂലടാ. ഓക്കെ, സെറ്റ് ആയിക്കോളാം. നിനക്ക് നാണം ഇല്ലേ കേശുവേ? അളിയനെ ഇങ്ങനെ ഓസി ജീവിക്കാൻ? ഇല്ല, നാണമില്ല. ഞാൻ എന്തിനു നാണിക്കണം? എന്റെ അളിയന്റെ അല്ലേ? അല്ലേ? എന്താ മക്കളെ? ആ അമ്മ നോക്കിക്കേ, അമ്മയുടെ കൊച്ചുമോനെ അളിയനെ ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റി കല്യാണത്തിട്ടോണ്ട് പോണു. കല്യാണത്തിന് പോകാൻ എന്റെ മോന് വലിയ താല്പര്യമാണല്ലോ. എന്റെ അമ്മക്ക് എന്നെ കറക്റ്റ് അറിയാ. എനിക്കിതെല്ലാം മനസ്സിലാവാത്ത. ഇതിനു വേണ്ടി ഇവനെ ആരാണ് കല്യാണം വിളിക്കണത്? ഞാനൊക്കെ ഒരു കല്യാണം കൂടിയിട്ട് എത്ര നാളായെന്നറിയോ? എന്നെ മാത്രം ആരും വിളിക്കാത്തെ? കയ്യിലിരിപ്പ് വന്നിരിക്കണം. ഇറങ്ങിപ്പൊടി. അല്ല എന്തുവാ പല്ലിയപ്പം കുളി നനയൊന്നും ഇല്ലേ? അതൊക്കെ നേരത്തെ കഴിഞ്ഞ് അല്ലേ നമ്മളോടാ. സൂപ്പർ ആയിട്ടുണ്ട്. നീ എങ്ങനെ ജീൻസിന്റെ അകത്ത് കേറിയടാ? സിമ്പിൾ. കളി ரொம்ப அருமையா இருக்கு. ജീൻസ് പോട്ട് ഈ ഷൂസ് നീ എങ്ങനെയാണ് കറക്റ്റാക്കിയത്? കുറച്ച് പേപ്പർ എടുത്ത് അവിടെ എവിടെയൊക്കെ തിരികെ കയറ്റി വെച്ച് കറക്റ്റ് ഫിറ്റ്. കാര്യങ്ങളൊക്കെ ഒപ്പിക്കാനേ എന്റെ കൊച്ചുമോനെ കഴിഞ്ഞല്ലേ ഉള്ള ആൾക്കാര്. അതാണ് മോനെ കേശു, നീ ജീൻസും ഷൂസും ടീഷർട്ടും അതും എടുത്തോ? അത് ഞാൻ ഇന്നലെ എടുത്തു. പിന്നെ ബെൽറ്റ് ഇത്ര എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. ശരി, പേടിക്കണ്ട. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. അളിയാ, ഷൂസ് എന്റെ, ജീൻസ് എന്റെ, ടീഷർട്ട് എന്റെ, അണ്ടർവെയറോ അത് നിന്റെ ആണോ? എന്റെ എടുക്കടാ. വലുതാണോ? അളിയാ, പുറത്ത് മൊത്തം അളിയൻ, അകത്ത് മൊത്തം ഞാൻ. നമ്മള് രണ്ടല്ല, നമ്മൾ ഒന്നല്ലേ അളിയാ. ഞാൻ പോയിട്ട് വരാ. അളിയാ, വണ്ടിക്ക് പെട്രോള് ഹാഫ് ടാങ്ക് ഉണ്ട്. ഫുള്ളില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണേ. അളിയാ പിന്നെ വേണ്ടളിയാ, നമുക്ക് അടുത്തോണ്ട് നോക്കാം. മിച്ചം എന്തെങ്കിലും ഉണ്ടാവോ എനിക്കിടാൻ വേണ്ടിട്ട്? ഡ്രസ്സോ എന്തെങ്കിലും തപ്പണ്ട വരും. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തത് അത് ഇന്ന് വരും അവര് പറഞ്ഞത്. ഇന്ന് വരും അല്ലേ? അത് വന്നു കഴിഞ്ഞാൽ അതൊന്ന് സേഫ് ആയിട്ട് വെച്ചേക്കണേ. എനിക്കിടാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നാണക്കേട്.